രാജ്യത്തെ എല്ലാ പൊതുജനങ്ങളും എല്ലാവരും തന്നെ കാത്തിരുന്ന ആയുഷ്മാൻ ഭാരത് സൗജന്യ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയുടെ 2024 വർഷത്തിലെ വലിയൊരു പ്രഖ്യാപനമാണ് ഇപ്പോൾ ഇന്ത്യൻ രാഷ്ട്രപതി ദ്രൗപദി മുർമു പ്രഖ്യാപിച്ചിരിക്കുന്നത്. എല്ലാവരും തന്നെ കാത്തിരുന്ന ഒരു കാര്യമാണ് 5 ലക്ഷം രൂപ വരെ നമുക്ക് സൗജന്യ ചികിത്സ സഹായം നൽകുന്ന ആയുഷ്മാൻ ഭാരത് പദ്ധതി. വളരെ പ്രധാനപ്പെട്ട അറിയിപ്പാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. കൂടുതൽ ആളുകളെ ഉൾപ്പെടുത്തുന്നതിനുള്ള നടപടികൾ കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തുനിന്നും ആരംഭിക്കുകയാണ്. കേന്ദ്ര സർക്കാരിന്റെ ആയുഷ്മാൻ ഭാരത് ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയുടെ കീഴിൽ 70 വയസ്സിന് മുകളിൽ പ്രായമുള്ള രാജ്യത്തെ എല്ലാ പൗരന്മാർക്കും ആരോഗ്യ പരിരക്ഷ ലഭ്യമാകുമെന്ന് ഉറപ്പുവരുത്തിയിരിക്കുകയാണ്. രാജ്യത്തെ ഏറ്റവും വലിയ പൊതുജന ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി അല്ലെങ്കിൽ പൊതുജനക്ഷേമ പദ്ധതിയാണ് ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന എന്ന് പറയുന്നത്. ഇതൊരു കേന്ദ്ര സർക്കാർ പദ്ധതിയാണ്. പ്രതിവർഷം 5 ലക്ഷം രൂപയുടെ സൗജന്യ ആരോഗ്യ പരിരക്ഷ ലഭ്യമാക്കുന്നതാണ് ഈ പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം. സൗജന്യ ആരോഗ്യ സേവനങ്ങൾ 55 കോടിയോളം ജനങ്ങൾക്ക് ലഭ്യമാണെന്നും രാഷ്ട്രപതി കൂട്ടിച്ചേർത്തു. ഒരു കുടുംബത്തിന് വർഷം 5 ലക്ഷം രൂപയുടെ സൗജന്യ ആരോഗ്യ ഇൻഷുറൻസ് കവറേജ് ആണ് ലഭിക്കുന്നത്. 1 രൂപ പോലും നമ്മൾ ഇൻഷുറൻസ് പ്രീമിയം നൽകേണ്ടതില്ല എന്നുള്ളതാണ്. ഈ ഒരു ധനസഹായം പലരുടെയും റേഷൻ കാർഡുകളിലാണ് ഒളിഞ്ഞിരിക്കുന്നത്. പ്രധാനമായും നിങ്ങളുടെയെല്ലാം റേഷൻ കാർഡുകളിൽ ഈ പറഞ്ഞ സീലുകൾ എല്ലാം ഉണ്ടോ എന്ന് നോക്കുക. PMJY, ഗ്യാസ്പ്, RSBY, ജിസ് പ്ലസ് ഇവയിൽ ഏതെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ ഈ പദ്ധതിയിൽ യോഗ്യത നേടിയിട്ടുള്ള ആളുകളാണ്. ഈ കാർഡ് ഉടമകൾക്ക് മറ്റു പല ആനുകൂല്യങ്ങളും ലഭിക്കുവാൻ പോവുകയാണ്. ഈ വർഷം മുതൽ ആരംഭിക്കുന്നത് ഏകീകൃത കാർഡ് ആക്കുവാനുള്ള പദ്ധതിയും തുടങ്ങിയിട്ടുണ്ട്. ആയുഷ്മാൻ ഭാരതിന്റെ ലോഗോയും മാറിയിട്ടുണ്ട്. അതുപോലെ തന്നെ സംസ്ഥാനത്തിന്റെ ലോഗോയും ഈ കാർഡിൽ ഉണ്ടാവുന്നതാണ്. റേഷൻ കാർഡ് അടിസ്ഥാനമാക്കിയുള്ള തിരഞ്ഞെടുപ്പ് രീതിയാണ് കേന്ദ്ര സർക്കാർ ഈ പദ്ധതിയിൽ ഉദ്ദേശിക്കുന്നത്. അതിൽ തന്നെ നിശ്ചിത വാർഷിക വരുമാന നിരക്ക് താഴെയുള്ള ആളുകൾ അതുപോലെ തന്നെ മുൻഗണന വിഭാഗക്കാർ തരം തിരിച്ചായിരിക്കും ഈ പദ്ധതിയിലേക്കുള്ള പുതിയ അപേക്ഷകൾ ക്ഷണിക്കുന്നത്. ആദ്യഘട്ടത്തിൽ ഈ അറിയിപ്പ് നമ്മുടെയെല്ലാം ഫോണുകളിലേക്ക് ആയിരിക്കും ഒരുപക്ഷെ എത്തിച്ചേരുക. അതിനുശേഷം ആയിരിക്കും മറ്റ് നടപടികളെല്ലാം കേന്ദ്ര സർക്കാർ ആരംഭിക്കുന്നത്. എന്നാൽ പുതിയ രജിസ്ട്രേഷൻ നിലവിൽ ആരംഭിച്ചിട്ടില്ല. പുതിയ അപേക്ഷകൾ നിലവിൽ ഈ വർഷം ആരംഭിക്കും എന്നതാണ് ലഭ്യമായിരിക്കുന്നത്. കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തുനിന്നും ഔദ്യോഗികമായ ഒരു അറിയിപ്പ് ഔദ്യോഗിക പോർട്ടലിലൂടെ തന്നെ കേന്ദ്ര ഗവൺമെന്റ് അറിയിക്കുന്നതായിരിക്കും. അത് നമ്മൾക്ക് കൃത്യമായി ലഭിക്കുന്നതിലൂടെ ചാനലിലൂടെ വീഡിയോയിൽ കൃത്യമായി നിങ്ങൾക്ക് അറിയിക്കുന്നതായിരിക്കും.